ഒമാനിൽ നടന്ന പരോക്ഷ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെ ഇറാനുമേൽ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് US. വീണ്ടും സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ഇറാനുമേൽ അമേരിക്ക. ഇറാന്റെ എണ്ണ കയറ്റുമതിയും സാമ്പത്തിക സ്രോതസ്സുകളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള 14 കപ്പലുകൾക്കും 15 സ്ഥാപനങ്ങൾക്കും എതിരെയാണ് നടപടി. ഒമാനിലെ ചർച്ചകൾ ശുഭസൂചനയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വിലയിരുത്തിയെങ്കിലും തൊട്ടു പിന്നാലെ വന്ന ഈ മാക്സിമം പ്രഷർ തന്ത്രം മേഖലയിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നതാണ്. ഇറാനുമേൽ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത്ര നല്ല സൂചനയായിട്ടല്ല ലോകവും കാണുന്നത്. ചർച്ചകളിൽ നിന്ന് പുറത്തു വന്നത് ശുഭസൂചനയാണെങ്കിലും പിന്നെ എന്തിനാണ് ഇറാനുമേൽ അമേരിക്ക ഇത്തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുന്നതിനായി 14 കപ്പലുകളെയാണ് ഇതിലൂടെ US ലക്ഷ്യമിടുന്നത്. ഇറാൻ തങ്ങളുടെ എണ്ണ വരുമാനം ലോകമെമ്പാടും അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കും രാജ്യത്തിനകത്ത് അടിച്ചമർത്തൽ വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാന ആക്ഷേപം. ഏതെങ്കിലും തരത്തിൽ ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാനും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പാടെ ബാധിക്കുന്ന ഒന്നുകൂടിയായി തീരും. ഇനിയൊരു 3-4 ലോഹമഹായുധം നമ്മുടെ ലോകം ഒരിക്കലും താങ്ങില്ല. എന്തായാലും ചർച്ചകളിൽ നിന്ന് പുറത്തു വരുന്നത് ശുഭസൂചനയാണെങ്കിലും അമേരിക്കയുടെ ഈ നയം എന്തിനാണെന്ന് പലരെയും ചിന്തിപ്പിക്കുന്നുണ്ട്. US ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ഏർപ്പെടുത്തുമ്പോൾ എന്താവും ഇറാന്റെ മറുപടി എന്നാണ് ഇപ്പോൾ ലോകവും ഉറ്റുനോക്കുന്നത്. ഇറാനിയൻ എണ്ണ കടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന 14 കപ്പലുകളെയാണ് ഉപരോധത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. തുർക്കി, ഇന്ത്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകളാണ് ഇവയിലേറെയും. ഇവയുമായുള്ള എല്ലാ ഇടപാടുകളും തടയാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിട്ട് കഴിഞ്ഞു. 15 സ്ഥാപനങ്ങൾക്കും 2 വ്യക്തികൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണം മുതൽ മറ്റു രാജ്യങ്ങൾ ഇറാനിയൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി വരികയാണ്. ഇത് അമേരിക്കയുടെ പരമാവധി സമ്മർദ്ദ നയത്തിന്റെ കൂടി ഭാഗമാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ഉപരോധം അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഒമാനിൽ ചർച്ചകൾ നടന്ന ശേഷം. ഒമാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ട്രംപിന്റെ ഉന്നത ദൂതന്മാരുമായി ആണവ പദ്ധതിയെക്കുറിച്ചും പരോക്ഷ ചർച്ചകൾ നടത്തിയിരുന്നു. മൊത്തത്തിൽ അനുകൂല അന്തരീക്ഷമായിരുന്നു കൂടിക്കാഴ്ചയിൽ എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്നും വിവരങ്ങളിൽ നിന്നുമെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ടാണ് US ഉപരോധം കൂടുതൽ ശക്തിയോടെ ഇറാനുമേൽ ചുമത്തിയത്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാനിൽ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധങ്ങളെ ഭരണകൂടം അടിച്ചമർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒമാനിൽ ചർച്ചകൾ നടന്നത്. ട്രംപ് ഇറാനെതിരെ സൈനിക നടപടിക്ക് ഭീഷണി മുഴക്കുകയും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത വളരെ രൂക്ഷമായിരുന്നു. ഉപരോധത്തിൽ ഉൾപ്പെട്ട ചില കമ്പനികളിൽ ഇന്ത്യൻ കമ്പനിയും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുന്നതിനായി അമേരിക്ക പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ ഉപരോധങ്ങളുടെ പട്ടികയിൽ ഒരു ഇന്ത്യൻ പൗരനും ഇന്ത്യയിൽ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥാപനവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇറാനുമേൽ US ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. പരോക്ഷ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞേക്കാവുന്ന നേരിയ പ്രതീക്ഷകളെ പോലും അപ്രസക്തമാകുന്ന രീതിയിലാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കമ്പനികൾ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഗൗരവകരമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. ഇറാൻ തങ്ങളുടെ എണ്ണ വരുമാനം സൈനിക ആവശ്യങ്ങൾക്കും ആഭ്യന്തര അടിച്ചമർത്തലുകൾക്കും ഉപയോഗിക്കുന്നുവെന്ന US വാദം ചർച്ചാ വിഷയമാകുമ്പോൾ തന്നെ ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറുന്നുണ്ട്. ഉപരോധങ്ങളോടുള്ള ഇറാന്റെ തിരിച്ചടി എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയിലെ വരും നാളുകളിലെ സുരക്ഷാ സാഹചര്യം. ഇറാനുമേൽ US ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. പരോക്ഷ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞേക്കാവുന്ന നേരിയ പ്രതീക്ഷകളെ പോലും അപ്രസക്തമാകുന്ന രീതിയിലാണ് ട്രംപ് ഭരണകൂടത്തിന്റെ മുന്നോട്ട് പോക്ക്. ട്രംപ് എപ്പോൾ എങ്ങനെ എന്ത് കാണിക്കുമെന്ന് ആർക്കും പറയാത്ത സാഹചര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരിയിലാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് അധികാരത്തിൽ എത്തിയത്. അതിനുശേഷം പല രീതിയിലുള്ള മാറ്റങ്ങൾ അമേരിക്കയിൽ കൊണ്ടുവന്നു. അതിന്റെ പ്രത്യാഘാതം മുഴുവൻ ലോകം മുഴുവൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്യായമായി തീരുവയാണ് ട്രംപ് ചുമത്തിയത്. അതിന്റെ പേരിലുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു. എന്തായാലും ട്രംപിന്റെ പോക്ക് എങ്ങോട്ടാണെന്നാണ് ഇപ്പോൾ ലോകവും വീക്ഷിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ച് മുന്നോട്ട് പോകാതിരിക്കുന്നതായിരിക്കും എല്ലാ രീതിയിലും നല്ലത്. അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നായി മാറുക തന്നെ ചെയ്യും. കാരണം നമുക്കറിയാം, ഇന്ന് എല്ലാ രീതിയിലും എല്ലാ രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളിൽ ആശ്രയിക്കുന്നുണ്ട്. അപ്പം ഒരു രാജ്യത്ത് യുദ്ധവും മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടായാലും അത് ലോകം മുഴുവൻ ബാധിക്കും. നമ്മുടെ ഇന്ത്യയെയും നമ്മളെയൊക്കെ അത് ബാധിക്കുന്ന കാര്യമായി തന്നെ മാറും.
എന്തായാലും അമേരിക്കയുടെ ഈ ഉപരോധങ്ങൾക്കുമേൽ ഇറാൻ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. വരും ദിവസങ്ങളിൽ അറിയാം ഇറാന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന്.